ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. ഇപ്പോൾ നമ്മൾ കളിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 18 ആണെന്നാണ് ഗൈസ് തോന്നുന്നത്. നമ്മുടെ മൈൻ ആൻഡ് സംതിങ് എപ്പിസോഡ് 18 ഗൈസ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഫ്രണ്ടൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ അണ്ടർഗ്രൗണ്ട് സാധനം സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എടാ ലോൽ മാസ്റ്റർ ഇപ്പോൾ അവിടെയാണ്. ഒരു രണ്ടിലും കഷ്ടകരാരാ. ഇനി നമുക്ക് ഇവിടെ തുറന്നു വിടാം. ആടാ കൊച്ചിനെ തുറന്നു വിടട്ടെ? വേണോ? ആടാ വേർക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ദേഷ്യം വരും തോന്നുന്നു. പോ ഇവന്താ ഇവിടെ നിൽക്കുന്നത്? ഇത് വിളിച്ചു കൊടുക്കാം ഗൈസ്. അപ്പം അതുകൊണ്ടാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ഇത് അതന്നെ വെറുതെ. ഇന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഫുൾ സംഭവമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഗൈസ്. എടാ ഈ കൊച്ചെന്താ പോയിക്കൊന്ന് ഇറങ്ങും ഡേ. ഈ കൊച്ചിനൊക്കെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാട്ടാ. പിന്നെ പ്ലേ ഗ്രൗണ്ട് ലോല നീ ഇവിടെ വെച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ആടാ വേണ്ട. അവിടെ എനിക്കൊരു ബെഡ് പെട്ടെന്ന് ആവശ്യമാടാ, നല്ല ആവശ്യമാണ്. ഞാൻ പോയി ഒന്ന് ഉറങ്ങട്ടെ. എനിക്കൊരു ബെഡ് നല്ല ആവശ്യം കേട്ടോ. നമുക്ക് ഇവിടെ നിന്നും മറ്റേ സാധനം പോലും ഇല്ല കേട്ടോ. ഇവിടെ നിന്നും ബെഡ് കാണാനില്ല. എന്താണെന്നിപ്പോൾ എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഭാഗ്യം. ഇനി അവനും കൂടി ഉറങ്ങണല്ലേ. എൻ്റെ ബെഡ് എടാ, എൻ്റെ വീട്ടിലാണോടാ നീ ഇപ്പോൾ കളിക്കുന്നത്? യെസ്. അത് പറ്റില്ല. നീ അടിയിലടപ്പ് കിടക്കാം. ഉറങ്ങു പെട്ടെന്ന്. അവർക്ക് ഉറങ്ങാൻ ഒരു സമയം കൊടുക്കുക നീ. അവരവിടെ സുഖമായിട്ട്. ആരാ എടാ കൊച്ചിനോടൊരു ബെഡ് വേണ്ടേ? അയ്യോ, എന്നാൽ നമുക്ക് സ്ലീപ്പിനെ പറ്റി കൊല്ലം പോവാം. എന്ത് പറഞ്ഞു? അതിനെ പറ്റുള്ളൂ, ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. എൻ്റെ എടാ എൻ്റെ ഒരു ബെഡ് ഉണ്ട്. ഞാൻ എടുത്ത് വയ്ക്കാം. അയ്യോ എവിടെ? ഇതാണ്ട് കൂടെ ഇവിടെ അടിക്കല്ലേ. ഞാൻ എനിക്ക് തുറന്നു എന്താ എന്തരാ മുത്തിന് കുറച്ച് പീക്കിലും ഇല്ലേ എവിടെ? ഓഹോ, ഇവന് വലിയതായാ. പുതിയ ജോലിക്കുള്ള ഒരു കമ്പോസ്റ്റർ മേടിച്ചു കൊടുക്കടാ. എല്ലാം അമ്മ സെറ്റാക്കും. മുത്തേ, ഇനി തൊട്ട് നിന്റെ പുതിയ വീട് എടാ ഇവന് പുതിയൊരു സ്ഥലത്തേക്ക് വെച്ചെടുക്കാടാ. ഏത്? ഇവന് വേറൊരു സ്ഥലത്തേക്ക് വെച്ചെടുക്കാം വീട്. ഈ രണ്ട് പിള്ളേരും ഉണ്ട് ബ്രീഡിങ് സെറ്റാക്കണമെങ്കിൽ. എന്നിട്ട് അവിടെ ഒരു വാലും വെച്ചെടുക്കാം. എന്തായാലും ആവട്ടെ, നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം സെറ്റ് ചെയ്യാം. നീ എല്ലാം സെറ്റ് ചെയ്യ്. ടോർച്ചൊക്കെ ഉണ്ട്. എടാ നീ വേറെ വല്ല ബിൽഡ് എല്ലാം സെറ്റ് ആക്കിട്ടാ. ഇന്നലെ മണ്ണ് വെച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടം. അതുകൊണ്ട് ഇന്നലെ നമ്മൾ മണ്ണ് കൊണ്ട് സെറ്റ് ചെയ്താണ് സംഭവം. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങോട്ടോ ആ കുഞ്ഞു വില്ലേജർ വലിയായിട്ടുണ്ട്. ഇതാണ് നിന്റെ സ്ഥലം. ഓക്കെ ഇതാണ് നമ്മൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ സംഭവം. സെറ്റല്ലേ? സംഭവം നല്ല സ്ഥലമാണ്, നല്ലതാ. ഇവിടെ പാരിക്ക് വന്ന് പൊട്ടിച്ചോണ്ട് പോയി. ഫ്ലെച്ചിങ് ടേബിൾ വെക്കണം. നിന്റെ മറ്റേ ഇതിലടാ ഫ്ലിന്റ് എവിടെയാ? തന്നില്ല. നിന്റെ ഉണ്ടല്ലോ, എന്റെ ഗാലറിക്കകത്ത് ഉണ്ടാവല്ലോ. എവിടെ? ഇല്ലേ? എവിടാ? അതിന് ബാക്കി എന്റെ ആയിരയാ. ഇവിടെ നമുക്കിത് അങ്ങറ്റത്തെ ആരാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ എന്റെ ഫാം എന്ത് ഫാം വേണ്ടേ? ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ഫാം വരുന്ന അതിനെ പറ്റിയേ മറന്നുപോയി. ഞാൻ അവിടെ ഇട്ട് കുറച്ച് മണ്ണൊക്കെ വെച്ച് അവിടെ. ഇനി നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യം ആവശ്യമില്ല ബ്രോ. ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇവിടൊക്കെ നിന്ന് സെറ്റ് ആക്കിയടാ. ഈ ഓൺലി നമുക്ക് കുറച്ച് വീട്ടും കൂടി മതി. ക്രീപ്പറാ ഇത് എന്തൊരു കഷ്ടാടോ. വുഡുണ്ടോ? നമുക്ക് ഇവിടെയും കൂടി നടാൻ കഴിച്ചു. എന്തൊക്കെയായാലും എന്തായാലും നമ്മൾ ഇവിടെ എന്തായാലും കുറച്ച് നടാം. അത് ബാക്കി വരുന്നത് നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോകാം. ഞാൻ അടിയിൽ പോയിട്ട് അവന്മാർക്ക് വേറൊരു ഫാമിൻ്റെ ഏരിയയും കൂടി സെറ്റാക്കാം. ഓക്കെ. അവിടെ പീക്ക് കളിക്കാൻ ഇനിയിപ്പോൾ വലിയതല്ലേ. ഇതൊക്കെയാലും കുറച്ച് വലിയ സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഒരു കമ്പോസ്റ്ററും കൂടി ഞാൻ പൊടിച്ചെടുക്കട്ടെ. ഇവിടെ ഇനി നമ്മുടെ ഫാമിങ് ഏരിയ ആട്ടാ. ഈ വുഡൊന്നും ഇനി വേണ്ടല്ലോ. വേണം അവിടെ ഭംഗിക്ക് വേണ്ട. അല്ലടാ, അവിടെയും കൂടി നീ ഫില്ലാക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ആ പൊട്ടിയ സ്ഥലത്ത് ഫില്ലാക്കും. എവിടെയാ ആ പൊട്ടിയ സ്ഥലത്ത്? ഇവിടെ ആയിരുന്നല്ലോ ഗൈസ്. എവിടെയായിരുന്നു? പിന്നില് ഇവിടെ അല്ല. എവിടെയാ? എവിടെ? എന്ത് പൊട്ടിയതാ?
നേരെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ഇതാ? അതെ ഇനി അടച്ചു. ഓ അത് ഞാൻ അടച്ചു. പിന്നെ ഇതാ പിന്നെ വേറെ ഒരു സ്ഥലം ഇല്ലേ? ഇല്ല. പിന്നെ മുങ്ങറ്റത്തുണ്ട്. ഇതിനോട്ടിരുന്നോട്ടെ. ഇതാണ് നിന്റെ വീട് കേട്ടാ. വാ ഞാൻ പേടിച്ചു മൊത്തേ. നമുക്ക് ബായോ അവിടെ കുറച്ച് നട്ടിട്ടുണ്ട്. അത് വളർന്ന് പന്തലിച്ചിട്ടുണ്ടാവും പറഞ്ഞാണ്. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. അവിടെ കുറച്ച് നട്ടായിരുന്നു. കുറച്ചുള്ളൂ. നമുക്ക് കുറച്ചുകൂടി നടണം. ഇതാണ് അവൻ്റെ വീട്. അവിടെ ഇത് വളർന്നോ? ഇത് എന്ത് ചെടിയത് ഇത്ര സമയം? ഇത് തന്നെയാ. പക്ഷെ അത് പുതിയതായിട്ട് മറ്റേ എന്തുവാ നമുക്ക് ആരോ ഒന്ന് നട്ടതാണ്. ഞാൻ ഇവിടേക്ക് വയ്ക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഫുൾ വേണം. പിന്നെ ഇനി ആടുക്കളെ എല്ലാത്തിനും നമ്മൾ വെട്ടാൻ പോണം. ഒന്നിനും പോലും വെറുതെ വിടില്ല. ആദ്യമൊക്കെ നമുക്ക് ആടിൻ്റെ ആവശ്യമില്ല. വില്ലേജൊക്കെ കണ്ടതും പറഞ്ഞിരിക്കുകയായിരുന്നു. വില്ലേജ് ഇഷ്ടം പോലെ ഫുഡുണ്ടേ. അവിടെ കുറച്ച് കോള് വന്നിട്ടാ. നിൻ്റെ ഉണ്ടല്ലോ? ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലടാ ഉണ്ട്. കുറച്ച് വുഡ് മതിയോ? കോള് ടോർച്ചിനാ. വുഡ് മതി. ചാർക്കോൾ ഉണ്ടാക്കാം. ഇവിടെ ഒരു വലിയ കേവുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ കോളുണ്ടാവും. ഇത് പാട്ട കേവാടാ. ചമ്മി നമ്മള് ഏത് സൗത്തിന് എന്തോ പിടിച്ചാണ് ഇവിടം വരെ എത്തിയത്. നല്ല ദൂരത്തെ നമ്മൾ ഇത്രയൊക്കെ. നീ ഇങ്ങോട്ട് വന്നാടാ. എന്താ ഇപ്പൊ കുഞ്ഞാവിക്ക് ഞാൻ സെപ്പറേറ്റ് മുറി വെച്ചു. കൊള്ളാം. എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്യും ബ്രോ. ശരിടാ. ഇത് ഫുള്ള് ഇത്ര മഴയാ. മഴ എന്തോ തലയുടെ മുണ്ടക്ക്. ഈ ബീട്രൂട്ട് തന്നെയാ. ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് ഈ സംഭവല്ലേ സീഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിനി റെക്കോർഡ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ ഇനി കുറച്ചുകൂടി സീഡ് കാലത്തിട്ട് ഇനി വിളിക്കാം. നമുക്ക് കാണാം. ഓക്കെ ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഇപ്പോൾ ആവശ്യത്തിനുള്ള സീഡൊക്കെ കിട്ടി. ആവശ്യത്തിനുള്ള അല്ല, കുറച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു സീഡ് കേട്ടോ. ഓക്കെ നമുക്കിനി ഇവിടെ മൊത്തം സെറ്റ് ആക്കണം ഗൈസ്. ഇപ്പം നമ്മുടെ ഇത്രേ ഉള്ളൂ. നമുക്ക് അങ്ങറ്റത്തിന് വരി മാറി നട്ട് വരാം ഗൈസ്. ഇതൊക്കെ പറിച്ച് മാറ്റാം. നമുക്ക് അവിടെ കണ്ടോ? അവിടെ നമുക്ക് വരി പോലെ സെറ്റ് അങ്ങ് ചെയ്താൽ മതി ഗൈസ്. ഓക്കെ ഗൈസ്. ഇപ്പം ഞാൻ ഇവിടെ അങ്ങനെ വച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇത് ഫുള്ളൊന്ന് വച്ച് തീർത്ത് നമ്മുടെ പാടം റെഡിയായി കിട്ടും. ഓക്കെ ഇത്രയും പാതി പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വഴിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് കെട്ടി ഉണ്ടാക്കിയതാണ് ഗൈസ്. നമ്മുടെ മറ്റേ ഷൗല് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഈ സ്റ്റോൺ കട്ടർ എനിക്ക് ആവശ്യമാണ് ഗൈസ്. കാരണം ഒരേ തരത്തിലുള്ള പിള്ളേർ ജനറേഷൻ തന്നെ അവിടെ ഇങ്ങനെ വളരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് സ്ട്രോങ് കട്ടറൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ വില്ലേജർ എന്തുവാ ട്രേഡിങ് സെൻറ്ററോ അല്ല ബ്രീഡിങ് അവിടെ കൊണ്ട് വെക്കാൻ പോണ്. ഇവർ രണ്ടുപേരും മുറി അല്ല മറ്റേ പിള്ളേരെ. ഓക്കെ ഇതാണ് അവൻ്റെ മുറി. ഒരു മണ്ണിൻ്റെ അകത്ത് ഇതാണ് അവൻ്റെ മുറിയാ. ഇതാ അല്ല അത് നേരെ പോ. ഒരു അച്ഛനും അമ്മയുടെയും ബെഡിൻ്റെ നേരെ പിന്നിലൊരു വാതിൽ കാണാം. ഇവിടെ അച്ഛനമ്മയുടെ നേരെ പിന്നിലൊരു വഴി കണ്ടോ? ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അപ്പുറത്ത് ഒരു വഴി. ഇത് കിട്ടിയാ? കിട്ടി. കണ്ണില്ല. നീ പോ അവിടെ. ഇപ്പൊ ഇവനായ സാധനം എന്താണ് കേസ്? ഇത് എവിടെയോ ഗ്രൈൻഡിങ് കൊച്ച്. അതല്ല കൊച്ച് ഏതാ? ഇത് പോടാ. എനിക്കറിയാൻ പാടില്ല എന്തോ നോക്കിയാണോണ്ടോന്ന്. ഇപ്പൊ കണ്ടെങ്കിൽ ഈ മുതുക്കളാനായിട്ടുണ്ട് ഈ സാധനം. ഇത് എടാ ഇതില്ലേ ഇതന്നെ എടാ ഇതന്നെ. ഏതന്നെ? നീ നിന്റെ വീട്ടിൽ നിന്റെ പട്ടിനൊക്കെ കണ്ടിട്ടുണ്ടോ? എത്ര ദിവസമായിടാ? ശരിയാ എന്റെ പട്ടി ഞാൻ എല്ലാം മറന്നുപോയി. എന്റെ വീടൊക്കെ എനിക്കുണ്ടായിരുന്നല്ലേ? ഇല്ലടാ നീ ഇപ്പൊ എന്റെ വീട്ടിലാ. ഞാൻ മറന്നു. ഈ ലോൽ മാസ്റ്ററിന്റെ വീട്ടിലിപ്പോ നീ എന്റെ വീട്ടിനകത്ത് കയറാൻ
നേരെ ടോർച്ച് പൊട്ടിക്കട്ടെ. എന്താടാ എൻ്റെ വീട്ടിലൊക്കെ ആവശ്യമില്ലാണ്ട് അങ്ങനെ അങ്ങനെ കയറാൻ പോലെട്ടാ. ഞാൻ കേറില്ലല്ലോ, പട്ടിക്കുട്ടിയാണ്. ഞാൻ കേറിയില്ലട്ടാ. എന്തൊക്കെ ഉണ്ടായി ഗൈസ്? യെസ്, എന്തൊരു ഡയമണ്ട് ഉണ്ടായി. പിന്നെ എന്തൊക്കെ ഉണ്ടായി? യെസ്, എന്തൊരു എൻഡർപോള്, ഡയമണ്ട് എൻഡർപോൾ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് ഗൈസ്. വാസ്കാവും അത്രയ്ക്ക് ആവശ്യമില്ല നമുക്ക്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് ചെയ്യാനുള്ളത്? എനിക്കിപ്പോൾ അങ്ങനെ വലിയ പിടിയൊന്നുമില്ല ഗൈസ്. ഞാൻ കമ്പോസ്റ്റർ വെച്ചാൽ ആ കൊച്ചിനില്ലേ, ആ കൊച്ചിനും കൂടി ഇതാക്കട്ടെടാ. എന്ത്? എന്നെ ജോലി കൊടുക്കട്ടെ? കൊടുത്തോ, കൊടുക്കാൻ പോണേ. ഓക്കെ, വെച്ചിട്ടുണ്ട്. അവന് ജോലി കിട്ടി. ജോലി കിട്ടി കൊച്ചിന്? ഓക്കെ. ഇനി 3 പേരുണ്ട് ഇപ്പോൾ. പക്ഷെ 3 ഊമാർക്ക് എന്താ സംഭവം നമ്മൾ ചെയ്യുന്നതെന്നറിയോ? അവിടെ അച്ഛനും അമ്മ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ വൈകുന്നേരം ആവാറായി. എനിക്ക് ഇനി ഇവിടുന്ന് ഇങ്ങനെ സ്ട്രേറ്റ് ചാടി അവിടെ ഇങ്ങനെ പോവാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നമ്മുടെ ഈ വില്ലേജ് ജസ്റ്റ് ഒന്ന് നന്നാക്കി എടുക്കാൻ നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ നെതറിൽ പോയിട്ട് ബ്ലേസിനെ കൊല്ലും. അതിനുശേഷമായിരിക്കും ഗൈസ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്, അണ്ടർ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. നമ്മൾ നെതർ കണ്ടുപിടിച്ചു, ഫോർട്രസ് കണ്ടുപിടിച്ചു, എല്ലാം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മുടെ പണ്ടത്തെ നാച്ചറൊക്കെ ഒന്ന് കൊണ്ടുവരാൻ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ നാളെ എന്തായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ ഗൈസ്, ബൈ.